ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാരാജ 916 Gold and Diamond. A1 Furniture near Our Lady of Mercy School, Arul. Joya Lucas, world's favorite jeweler. ജലസ്രോതസ്സുകൾ മലിനപ്പെട്ട് കാക്കനാട്. ആദ്യം പ്രധാന വാർത്തകൾ. തുതിയൂരിലെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെട്ടു. കാക്കനാട് വ്യവസായ മേഖലയിലെ മലിനജലം സമീപത്തെ ചിറയെ മലിനപ്പെടുത്തുന്നു. കടയടപ്പ് സമരവും അനിശ്ചിതകാല പെട്രോൾ ബാങ്ക് സമരവും ജനത്തെ വലച്ചു. പമ്പുകളുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. ലളിതകലാ അക്കാദമി പുരസ്കാര തുക കൂട്ടുന്ന കാര്യത്തിൽ സർക്കാർ അനുകൂലമെന്ന് മന്ത്രി KC ജോസഫ്. അവാർഡുകളുടെ എണ്ണം കൂട്ടുമെന്നും മന്ത്രി KC ജോസഫ് ഖേദം പ്രകടിപ്പിക്കണമെന്ന് കോടതി. ഭാവി തലമുറയ്ക്ക് അത് പ്രചോദനമാകണമെന്നും കോടതി. വാർത്തകൾ വിശദമായി. പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന കാക്കനാട് തുതിയൂരിലെ കുടിവെള്ള സ്രോതസ് മലിനീകരണം മൂലം ഉപയോഗിക്കാനാകാതെ നാട്ടുകാർ ദുരിതത്തിൽ. മലിനീകരണം തുടർക്കഥയായപ്പോൾ കിണറുകളിലെ വെള്ളം പോലും പല കുടുംബങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാക്കനാട് വ്യവസായ മേഖലയിൽ നിന്നാണ് മലിനജലം പരിപ്പച്ചിറയിലേക്ക് ഒഴുകുന്നത്. നൂറുകണക്കിന് നാട്ടുകാർ അലക്കാനും കുളിക്കാനും ഉപയോഗിച്ചിരുന്ന കാക്കനാട് തുതിയൂരിലെ പരിപ്പേച്ചിറയിൽ പ്രത്യേക സാമ്പത്തിക മേഖലയിലെ രാസവിഷമാലിന്യം നിറഞ്ഞ് നാട്ടുകാർക്ക് പ്രയോജനമില്ലാതായിട്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. കാക്കനാട് സംസ്കരണ മേഖല വന്നതോടെയാണ് പരിപ്പേച്ചിറയുടെയും ചാത്തനാഞ്ചിറ തോടിന്റെയും ദുരിതം തുടങ്ങിയത്. മേഖലയിലെ സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായതോടെ പരിപ്പേച്ചിറയും സമീപത്തെ പത്തനാഞ്ചിറ തോട്ടിലും മാലിന്യം നിറഞ്ഞ തോട് ഒഴുകിയെത്തുന്ന ചാത്തനാഞ്ചിറ തുതിയൂർ പരിസരങ്ങളിലെ വീടുകളിലെ കിണറുകളിൽ തോട്ടിലെ മാലിന്യം ഉറവയായി എത്തിയതോടെ പരിസരവാസികൾക്ക് കുടിവെള്ളം മുട്ടി. ഞങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് കിണറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഈ അപ്പാതി കമ്പനിയൊക്കെ വന്നേ പിന്നെ ആണത് മൂടിയൊക്കെ കളഞ്ഞത്. ഞങ്ങൾക്ക് കുളിക്കാനാണെങ്കിൽ തന്നെ അത് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അലക്കി കുളിച്ചുകൊണ്ടിരുന്നതാണ്. അതേപോലെ തോടും അത് ഭയങ്കര നാറ്റും കുത്തുകും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. ഞങ്ങൾക്കൊന്ന് വീടുകളിലാണെങ്കിലും കൊതുക് ശല്യം ഭയങ്കരമാണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി. നൂറുകണക്കിന് പരിസരവാസികൾ കുളിക്കാനും വസ്ത്രം കഴുകാനും ഉപയോഗിച്ചിരുന്ന പരിപ്പേച്ചിറയിലും മാലിന്യം നിറഞ്ഞു. ചെമ്മീൻ സംസ്കരണം, പാഴ്മരങ്ങളിൽ നിന്ന് ഫർണിച്ചർ, കയ്യൂറ നിർമ്മാണ കമ്പനികൾ തുടങ്ങിയവ വൻതോതിൽ മാലിന്യം ഒഴുക്കിയതാണ് പ്രദേശത്തുകാരുടെ കുടിവെള്ളം മുട്ടിയതിന് കാരണമായത്. സെസ്സിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം സംസ്കരിക്കാൻ ട്രീറ്റ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന നിയമം നിലനിൽക്കെയാണ് സെസ് അധികൃതർ ഇവയൊന്നുമില്ലാതെ കമ്പനികൾക്ക് അംഗീകാരം നൽകിയത്. വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന 100-ൽ പരം കമ്പനികളിൽ നിന്ന് ചില കമ്പനികളിൽ നിന്ന് മാത്രമാണ് വിഷമാലിന്യം ഒഴുക്കുന്നത്. കാക്കനാട് തുതിയൂരിൽ മേഖലയ്ക്ക് സമീപത്ത് കൂടി ഒഴുകുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചാത്തനാഞ്ചിറ തോട്ടിലേക്കാണ് നിയന്ത്രണമില്ലാതെ മാലിന്യം ഒഴുക്കിവിടുന്നത്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സെസ് അധികൃതർ മേഖലക്കകത്ത് 2 പതിറ്റാണ്ട് മുമ്പാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കമ്പനിക്കകത്ത് സ്ഥാപിച്ചത്. അതാകട്ടെ മേഖലയിലെ കമ്പനികൾ പുറന്തള്ളുന്ന മുഴുവൻ മാലിന്യവും സംഭരിച്ച് സംസ്കരിക്കാൻ ശേഷിയില്ലാത്ത സംസ്കരണ പ്ലാന്റാണ്. മേഖലക്കകത്തെ ഭൂരിപക്ഷം കയ്യൂറ നിർമ്മാണ കമ്പനികൾ പൂട്ടുന്നതുവരെ ചാത്തനാഞ്ചിറ തോട്ടിൽ പാൽ നിറത്തിലായിരുന്ന മാലിന്യം ഇപ്പോൾ കറുത്ത നിറത്തിലുള്ള മാലിന്യമായാണ് ഒഴുകുന്നത്. കയറ്റുമതി സംസ്കരണ മേഖല തുടങ്ങിയ കാലത്ത് കമ്പനികളിൽ നിന്ന് തോട്ടിലേക്ക് ആഴത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കുഴലിലൂടെയാണ് മലിനജലം ഒഴുകുന്നത്. എന്നാൽ മലിനജലം ശുചീകരിക്കാൻ സെപ്സിനുള്ളിൽ തന്നെ പ്രത്യേക ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടെന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കാറില്ലെന്നുമാണ് മലിനീകരണ പ്രശ്നം ഉന്നയിച്ച് സമീപിക്കുന്ന നാട്ടുകാരോട് സെസ് അധികൃതർ പറയുന്നത്. ചിറയിലെ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീരം തടിക്കാൻ തുടങ്ങിയതോടെ സമീപവാസികൾ ചിറ പൂർണ്ണമായും ഉപേക്ഷിച്ചു. എന്റെ കുളം എറണാകുളം പദ്ധതിയിൽ ജില്ലയിലെ കുളങ്ങളും ചിറകളും ശുചീകരിക്കുന്ന ജില്ലാ ഭരണകൂടം കാക്കനാട് നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള പരിപ്പേച്ചിറയുടെ ദുരവസ്ഥ അറിഞ്ഞിട്ട് പോലുമില്ല. എന്റെ കുളം എറണാകുളം പദ്ധതിയുടെ ചുക്കാൻ പിടിക്കുന്ന ജില്ലാ കളക്ടർ പരിപ്പേച്ചിറയിൽ ഇറങ്ങാൻ ധൈര്യം കാണിക്കുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എല്ലാവരും കുടിച്ചോണ്ടിരുന്ന വെള്ളം ഇതിപ്പോൾ ഈ ഷെപ്സിൻ്റെ അഴക്ക് വന്നുകൊണ്ട് ഇവിടെ കാണ കോരി ഇത് തിരിച്ച് വിടാൻ അവർ സമ്മതിക്കാനുള്ള. ഇത് മാറി വന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്തിട്ട് പോകല്ലാതെ ഇവിടെ കാര്യങ്ങൾ നടക്കാനുള്ള. ഒരു നല്ല തുള്ളി വെള്ളം കിട്ടാനുള്ള വെള്ളം ഇതാണ്. വെള്ളം സ്രോതസ് വ്യവസായ മേഖലയുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ അണുവിസ്തമായ വെള്ളത്തിൽ ദുർഗന്ധവും ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെയും
ആത്മരോഗം, വലിവ്, മറ്റ് അസുഖങ്ങൾ. അത് മാത്രമല്ല, ഇവിടെ ഇപ്പം ഈ കേരള സർക്കാരിൻ്റെ കണക്ക് തന്നെ ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ ഏരിയ ഇവിടുന്ന് ഞാൻ തുതിയൂർ വരെ കിണറുകളിലുള്ള വെള്ളത്തിന് മുഴുവൻ ആസറ്റിൻ്റെ അമ്ല ഗുണമുണ്ടെന്നും അതുകൊണ്ട് വെള്ളം കുടിക്കരുത്. ഈ വെള്ളം തന്നെ ഇവിടുന്ന് വിറ്റ് കാശാക്കുന്ന ഒരുപക്ഷം ആളുകളുമുണ്ട് ടാങ്കർ ലോറിയിൽ. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന കാക്കനാട് മേഖലയിൽ വികസനത്തിന് വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥലമൊഴിഞ്ഞു കൊടുത്തവരുടെ പിന്മുറക്കാർ കുടിവെള്ളത്തിനും ശുചിത്വത്തിനുമായി പരിസര മലിനീകരണമില്ലാതെ ജീവിക്കുന്നതിനു വേണ്ടി അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടും പരിഹാരം മാത്രം അകലെയാകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം മാത്രം അവശേഷിക്കുന്നു. ECTV ന്യൂസ്, എറണാകുളം. കടയടപ്പ് സമരവും അനിശ്ചിതകാല പെട്രോൾ ബങ്ക് സമരവും ജനത്തെ വലച്ചു. പമ്പുകളുടെ ലൈസൻസ് പുതുക്കി നൽകാത്ത ഓയിൽ കമ്പനികളുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പമ്പുടമകൾ അനിശ്ചിതകാല സമരം നടത്തിവരുന്നത്. പമ്പ് സമരവും വ്യാപാരി സമരവും പൂർണ്ണമായിരുന്നു. ആലുവയിൽ ഹോട്ടലിന് നേരെ ആക്രമണം. അമ്പലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികൾ കടകൾ അടച്ച് ഹർത്താൽ ആചരിച്ചത്. വ്യാപാരികളുടെ ഹർത്താലിൽ ആലുവയിൽ ഹോട്ടലിന് നേരെ ആക്രമണം നടന്നു. ബാങ്ക് കവലയിലെ കമ്മത്ത് റെസ്റ്റോറന്റാണ് ഒരു സംഘം ഹർത്താൽ അനുകൂലികൾ ആക്രമിച്ചത്. ലൈസൻസ് പുതുക്കി നൽകൂ എന്ന ആവശ്യമുന്നയിച്ചാണ് പെട്രോൾ പമ്പുടമകൾ അനിശ്ചിതകാലത്തേക്ക് ഇന്ധന വിതരണം നിർത്തിവച്ചിരിക്കുന്നത്. കടകൾ തുറക്കാത്തതും പെട്രോളും ഡീസലും ലഭിക്കാത്തതും മൂലം ജനങ്ങൾ വലഞ്ഞു. വ്യാപാരികളുടെ ഹർത്താൽ വൈകിട്ട് 6 വരെയായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി സമിതി എന്നീ സംഘടനകളാണ് കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നത്. വ്യാപാരികൾ നടത്തിയ ഹർത്താൽ പൂർണ്ണമായിരുന്നു. പമ്പുടമകളുടെ സമരം വാഹനയാത്രികരെ ഏറെ ബാധിച്ചു. സിവിൽ സപ്ലൈസ് പമ്പുകളും കമ്പനി നേരിട്ട് നടത്തുന്ന പമ്പുകളും മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. ഇവിടങ്ങളിൽ വൻ തിരക്കുമാണ് അനുഭവപ്പെട്ടത്. ECTV ന്യൂസ്, എറണാകുളം. സോളാർ കമ്മീഷനെ വിമർശിച്ച UDF കൺവീനർ PP തങ്കച്ചനോട് മാർച്ച് 9-നകം വിശദീകരണം നൽകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന തങ്കച്ചന്റെ പരാമർശമാണ് കമ്മീഷനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കേസിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മന്ത്രി നൽകിയ സത്യവാങ്മൂലം തൃപ്തികരമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മന്ത്രി KC ജോസഫ് കോടതിയിൽ നേരിട്ട് ഹാജരാവുകയായിരുന്നു. കോടതിയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചല്ല താൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതെന്നും വിവാദമായ ഉടൻ തന്നെ പോസ്റ്റ് പിൻവലിച്ചുവെന്നും മന്ത്രി മാപ്പപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു. മന്ത്രി മാപ്പ് പറയേണ്ടത് ജനങ്ങളോടാണ്. മാപ്പപേക്ഷ ഏത് മാധ്യമത്തിലൂടെ നടത്തിയാലും അത് അർത്ഥവത്താവണമെന്നും കോടതി പറഞ്ഞു. കേസ് മാർച്ച് 10-ന് വീണ്ടും പരിഗണിക്കും. അതേസമയം അന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന മന്ത്രിയുടെ ആവശ്യം കോടതി തള്ളി. ഹൈക്കോടതി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെയാണ് ഫേസ്ബുക്കിലൂടെ മന്ത്രി വിവാദ പരാമർശം നടത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടി V ശിവൻകുട്ടി MLA ആണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ECTV ന്യൂസ്, എറണാകുളം. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മതേതരത്വ സംരക്ഷണ മാസാചരണത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം എറണാകുളത്ത് നടന്നു. ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശ്രീമദ് ഋതംഭരാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ MES സംസ്ഥാന പ്രസിഡന്റ് PA ഫസൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ഇന്ന് നിലവിലുള്ള ഭീകരവാദത്തെയും വർഗീയതയും ചെറുത്തുതോൽപ്പിക്കണമെന്ന് ഫസൽ ഗഫൂർ പറഞ്ഞു. MES കേരള ജനറൽ സെക്രട്ടറി പ്രൊഫസർ POJ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രൊഫസർ MK സാനു, ജസ്റ്റിസ് K സുകുമാരൻ, ഡോക്ടർ CK രാമചന്ദ്രൻ, പ്രൊഫസർ ആന്റണി ഐസക്, അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ തുടങ്ങിയവരെ മതേതര അവാർഡ് നൽകി ആദരിച്ചു. തുടർന്ന് കേരള ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ECTV ന്യൂസ്, എറണാകുളം. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതി ജംഗ്ഷനിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. പരിപാടി നാടകനടി KPSC ബിയാട്രീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. സ്ത്രീപക്ഷ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എറണാകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. AKG EMS പഠന ഗവേഷണ കേന്ദ്രവും പരിപാടിയുമായി സഹകരിച്ചു. ഹൈക്കോടതി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി നാടക അഭിനേത്രി KPSC ബിയാട്രീസ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 20ഓളം വനിതാ രത്നങ്ങളെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു. കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ ജയലത, കൊച്ചി നഗരസഭയിലെ സ്വീപ്പറായി സേവനമനുഷ്ഠിക്കുന്ന S പത്മകുമാരി, ഒളിമ്പിൽ MD വത്സമ്മ, മുതിർന്ന പത്രപ്രവർത്തക ലീന മേനോൻ, തിരുവാതിര കലാകാരി മാലതി G മേനോൻ, ചലച്ചിത്ര നടി ശാന്തകുമാരി, നേത്രരോഗ ചികിത്സക ഡോക്ടർ ശാന്താദേവി, ചിത്രകാരി ജലജ, റേഡിയോ അവതാരക കന്നൽ, വനിതാ അത്ലറ്റ് രാജം ഗോപി, അധ്യാപിക ജയലക്ഷ്മി തുടങ്ങി സമൂഹത്തിലെ പ്രമുഖ വനിതകളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. വനിതാ പാർലമെന്റിന്റെ സംഘാടക സമിതി ചെയർമാൻ KR പത്മം, സെക്രട്ടറി ആശ അക്ബർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ECTV ന്യൂസ്, എറണാകുളം. യാക്കോബായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കോതമംഗലം കൺവെൻഷൻ മാർച്ച് 2-ന് ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും.
ഉണർന്ന ജാഗ്രതയോടെ ഇരിപ്പിൻ എന്ന സന്ദേശം ഉയർത്തിയാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. 2 രാവിലെ 7:30 വിശുദ്ധ കുർബാനയുടെ കൺവെൻഷന് തുടക്കമാകും. 2, 3, 4 തീയതികളിൽ യാക്കോബായ സഭയുടെ